പാതിവില തട്ടിപ്പിൽ സായിഗ്രാമൻ ഡയറക്ടർ കെ.എൻ. ആനന്ദകുമാറിനെതിരെ തിരുവനന്തപുരത്തെ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ NGO കോൺഫെഡറേഷൻ അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തിയത് ആനന്ദകുമാറാണെന്നും ഗുണഭോക്താക്കളെ കണ്ടെത്തി തുക ഈടാക്കാൻ ഇരുവരും ചേർന്നാണ് നിർദ്ദേശം നൽകിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇരുവർക്കുമെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് NGO കോൺഫെഡറേഷൻ. അനന്തകൃഷ്ണന്റെ പാതിവില തട്ടിപ്പിൽ പങ്കില്ല എന്നാണ് സായിഗ്രാമൻ ഡയറക്ടർ കെ.എൻ. ആനന്ദകുമാറിന്റെ വാദം. ഇതിനിടെയാണ് പങ്കുണ്ട് എന്ന ആരോപണവുമായി NGO കോൺഫെഡറേഷൻ രംഗത്തെത്തിയത്. 2023 അനന്തകൃഷ്ണനെ പരിചയപ്പെടുത്തി എന്ന് മാത്രമല്ല, ഗുണഭോക്താക്കളെ കണ്ടെത്തി 50% പണം ഈടാക്കാൻ നിർദ്ദേശം നൽകിയത് ആനന്ദകുമാർ കൂടി ചേർന്നാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കെ.എൻ. ആനന്ദകുമാറും അനന്തകൃഷ്ണനുമായി യോഗത്തിൽ വരികയും അനന്തകൃഷ്ണൻ ഇതിന്റെ ദേശീയ കോർഡിനേറ്ററാണെന്നും സംസ്ഥാന സമിതിയുടെ സെക്രട്ടറിയാണെന്നും സീഡ് എന്ന് പറയുന്ന സംഘടന മുഖാന്തരം ഇടുക്കി പ്രദേശങ്ങളിൽ സാധാരണക്കാരായ ആളുകൾക്ക് പകുതി വിലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യുന്നുവെന്നും പകുതി വില ഗുണഭോക്തൃ വിഹിതമായി കളക്ട് ചെയ്താണ് ഇത് ചെയ്യുന്നത്, CSR ഫണ്ടും മറ്റും കളക്ട് ചെയ്താണ് ഈ സംവിധാനം ചെയ്യുന്നതെന്നും കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകളിലൂടെയും ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാൻ നാഷണൽ കോൺഫെഡറേഷൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ സംഘടനകൾ മാത്രം 960 സ്കൂട്ടറുകൾക്ക് പണം അടച്ചു. ആനന്ദകൃഷ്ണന്റെ ബിസിനസ് അക്കൗണ്ടിലേക്കാണ് പണം നിക്ഷേപിച്ചത്. ഇത്തരത്തിൽ സംസ്ഥാനത്താകെ 200-ലധികം സംഘടനകൾ പണം നൽകിയിട്ടുണ്ടെന്ന് NGO കോൺഫെഡറേഷൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരളത്തിലെ സാമൂഹ്യ രംഗത്ത്, സേവന രംഗത്ത് വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഏതാണ്ട് 200ഓളം സന്നദ്ധ സംഘടനകളാണ് കേരളത്തിൽ ഈ NGO കോൺഫെഡറേഷനിൽ ഇത്തരം പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നവരായി രജിസ്റ്റർ ചെയ്ത് മാറിയിട്ടുള്ളത്. ഇരുവർക്കുമെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് NGO കോൺഫെഡറേഷൻ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.